റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട ഡൊണാൾഡ് ട്രംപ്. എണ്ണ വാങ്ങൽ തുടരുന്നത് റഷ്യയുമായുള്ള ചർച്ചകളെ ബാധിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ചൈനയ്ക്ക് മേൽ 50 മുതൽ 100% വരെ നികുതി ചുമത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതുവരെ നികുതി ചുമത്തണം എന്നാണ് ആവശ്യം. ശ്യാമ സദാനന്ദൻ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് ശ്യാമ സദാനന്ദൻ. ട്രംപിന് ഈ ആവശ്യങ്ങൾക്ക് ഒരു ലിമിറ്റുമില്ലല്ലോ, അൺലിമിറ്റഡായി ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുന്നിലുള്ള ആവശ്യത്തിന്റെ ഉള്ളടക്കം എന്താണ്? സുജയ, തീരുവ കൊണ്ട് എല്ലാം പ്രശ്നങ്ങളും അവസാനിപ്പിക്കാം എന്നൊരു നിലപാടിൽ തന്നെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾക്ക് അയച്ചൊരു കത്തിലാണ് ട്രംപ് ഇപ്പോൾ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് നാറ്റോ രാജ്യങ്ങൾ എല്ലാം റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കണം. ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധം ഉടൻ അവസാനിക്കുമെന്നാണ് ഈ കത്തിൽ ട്രംപ് പറയുന്നത്. നേരത്തെ ഇന്ത്യക്കെതിരെ ഇതുപോലെ തീരുവ ചുമത്തിയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നത് എന്ന് ഇന്ത്യ മറുപടി നൽകിയിരുന്നു. അത് ഓർമ്മിച്ചായിരിക്കും ഇപ്പോൾ ഒരു കത്ത് ചിലപ്പോൾ നാറ്റോ രാജ്യങ്ങൾക്ക് ട്രംപ് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ ട്രംപ് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം, ചൈനയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തണം. 50 മുതൽ 100% വരെ തീരുവ ചൈനയ്ക്ക് മേൽ നാറ്റോ രാജ്യങ്ങൾ ചുമത്തണം എന്നൊരു ആവശ്യവും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ചൈനയ്ക്ക് റഷ്യയുടെ മേൽ നല്ല സ്വാധീനമുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അത്തരത്തിലൊരു തീരുവ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി ചുമത്താൻ തയ്യാറാവണം. അല്ലെങ്കിൽ US-ന്റെ ഉപരോധങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അത് യുക്രൈൻ യുദ്ധത്തിന് US ചെലവാക്കുന്ന വിഭവങ്ങളുടെ പാഴാക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. അത് അവസാനിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അധിക തീരുവ ചുമത്തലും നാറ്റോ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഉടൻ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ ഇന്ത്യക്കെതിരെ അധിക തീരുവ ചുമത്തിയപ്പോഴും ഈ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. അന്ന് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളോടും G7 രാജ്യങ്ങളോടുമൊക്കെ ഇത്തരത്തിലൊരു ആവശ്യം ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ട്രംപിന്റെ ഈ ഒരു ആവശ്യത്തിന് ഇപ്പോൾ ചൈന മറുപടി നൽകിയിട്ടുണ്ട്. അതായത് ഞങ്ങളൊരു യുദ്ധത്തിലും പങ്കെടുക്കുന്നില്ല, ഈ ഉപരോധങ്ങൾ കൊണ്ട് യുദ്ധങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല, അത് കാര്യങ്ങൾ വഷളാക്കുകയേ ചെയ്യൂ എന്നാണ് ഇപ്പോൾ ചൈനയുടെ വിദേശകാര്യമന്ത്രി ട്രംപിന് മറുപടി നൽകിയിരിക്കുന്നത്. സുജയ, താങ്ക് യു. ശ്യാമ സദാനന്ദനാണ് നമുക്കൊപ്പം ചേർന്നത്.